പെയ്തിറങ്ങുന്ന മഴയിൽ ചോര ചുവപ്പ് പരന്നൊഴുകുന്ന തീരം, കടലിലേക്ക് ഒഴുകിച്ചേരുന്ന ചെറുതും വലുതുമായ ചോരച്ചാലുകൾ. ഇറാനിലെ ഒരു കടൽ തീരം അവിടെ എത്തിയ സഞ്ചാരികളെയും സമൂഹ മാധ്യമങ്ങളെയും ഒരേപോലെ അമ്പരപ്പിച്ചത് ഇങ്ങനെയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളും പലതരം പ്രകൃതി വിപത്തുകൾക്ക് സാക്ഷ്യം വഹിക്കുന്നതിനാൽ ലോകനാശത്തിന്റെ തുടക്കമാണോ ഇതെന്ന് പോലും ഈ കാഴ്ച കണ്ട് സംശയിച്ചവരുണ്ട്. എന്നാൽ സംഭവം അതൊന്നുമല്ല. ഹോർമുസ് റെഡ് ബീച്ചിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമായിരുന്നു. ഈ പ്രതിഭാസത്തിന്റെ ഒന്നിലധികം വീഡിയോകളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത്. ഹോർമുസ് കടലിടുക്കിലെ റെയിൻബോ ദ്വീപിലാണ് ഈ കടൽ തീരം സ്ഥിതി ചെയ്യുന്നത്. മറ്റു കടൽ തീരങ്ങളെ അപേക്ഷിച്ച് അസാധാരണമായ ചുവന്ന നിറമുള്ള മണ്ണാണ് ഇവിടത്തേത്. ഈ മണ്ണിലേക്ക് ശക്തമായ മഴ വന്ന് പതിച്ചതോടെ മണ്ണ് കലർന്ന മഴവെള്ളം ചോര നിറമായി മാറുകയായിരുന്നു. കടൽ തീരത്തിനു സമീപത്തെ വലിയ ചെമ്മൺ തിട്ടകളിൽ നിന്നും മഴവെള്ളം കുത്തനെ താഴേക്ക് പതിച്ച് കടലിൽ കലർന്നതോടെ തീരത്തടിയുന്ന തിരമാലകളും ചുവപ്പ് നിറത്തിലാണ് കാണപ്പെടുന്നത്. റെഡ് ബീച്ചിലെ മണ്ണിൽ ഉയർന്ന അളവിൽ ഇരുമ്പും മറ്റു ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. ഇറാനിയൻ ടൂറിസം ബോർഡിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം തീരത്തെ മണ്ണിലെ ഇരുമ്പ് ഓക്സിഡൈസിന്റെ ഉയർന്ന സാന്ദ്രതയാണ് ചുവപ്പ് നിറത്തിന് കാരണം. ഇതിനു പുറമെ മണ്ണിലെ ധാതുക്കൾ വേലിയേറ്റ സമയത്ത് സമുദ്രജലവുമായി കലരുന്നതോടെയാണ് കടൽ തീരത്ത് സവിശേഷമായ ചുവപ്പ് നിറം ദൃശ്യമാകുന്നത്. മഴ പെയ്യുന്നതോടെ മണ്ണ് ചോര പോലെ ഒഴുകുന്നത് എല്ലാ വർഷവും കാണാനാകുന്ന കാഴ്ചയാണ്. ഒട്ടേറെ പ്രത്യേകതകളുള്ള ഈ മണ്ണ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഡൈയിങ്, സെറാമിക്സ്, ഗ്ലാസ് നിർമ്മാണം തുടങ്ങി വിവിധ വ്യാവസായിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഇവിടത്തെ പ്രാദേശിക ടൂറിസം വിഭാഗത്തിൽ നിന്നുള്ള വിവരം. മണ്ണിന്റെ വിചിത്രമായ ഈ നിറം കൊണ്ട് തന്നെ സൂര്യോദയത്തിലും സൂര്യാസ്തമയത്തിനും കടൽ തീരത്തിന് അലൗകികമായ ഭംഗിയായിരിക്കും. എങ്കിലും ഇവിടേക്ക് ഏറ്റവും കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നത് രക്തമഴ തന്നെയാണ്. കടലിൽ നിറം കലർത്തുന്നത് പോലെയുള്ള ഈ കാഴ്ച കാണുന്നതിനു വേണ്ടി മാത്രം ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. ഇത്തവണത്തെ രക്തമഴയുടെ ദൃശ്യങ്ങൾ വൈറലായതോടെ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്. ചോര നിറം കണ്ട് ഭയം തോന്നുന്നവർ ധാരാളം ഉണ്ടെങ്കിലും പ്രകൃതിയിലെ വൈവിധ്യങ്ങൾ ഓർത്ത് അത്ഭുതപ്പെടുന്നവരാണ് ഏറെയും. ഈ കാഴ്ച ആസ്വദിക്കുന്നതിന് വേണ്ടി മാത്രം ഇറാനിലേക്ക് ഒരിക്കലെങ്കിലും സഞ്ചരിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരും കുറവല്ല.